ഒരു മഹേന്ദ്ര താറാണ് ഒരു ഓഫർ വിലക്ക് കൊടുക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണ്. അതന്നെ, പെരുന്നാളൊക്കെ നമുക്ക് ഒരു ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് കമ്പനി പോയിക്കുന്ന വാഹനമാണ്. 3.25 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. ഏകദേശം 2.5 രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. 2,20,000 രൂപ ആസ്കിംഗ് പ്രൈസ്. 2,80,000 രൂപ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്പെയർ കീ, സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 20-22 കിലോമീറ്റർ മൈലേജ് ചെറിയ വിലക്കെടുക്കാവുന്ന വണ്ടിയാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 38,000 ആകെ ഓടിയിട്ടുള്ളൂ. ഹലോ, അപ്പോൾ പെരുമ്പാവൂർ കാഴ്ചയിൽ നിന്ന് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഷിയാസിക്ക് നമ്മുടെ കൂടെ ഉണ്ട്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുമ്പാവൂർ മൂവാറ്റുപുഴ MC റോഡ് മലമുറി. യെസ്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒരുപാട് വണ്ടികളുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്, പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. തുടങ്ങാം. ബൊലേറോ ടാക്സി തന്നെ തുടങ്ങാം. ബൊലേറോ ടാക്സി ഏതാ മോഡൽ? 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, പുതിയ പേപ്പറുള്ള ടാക്സി വണ്ടിയാണ്. ഓക്കെ. 6 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 1.40 ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1.40 ഓടിയിട്ടുണ്ട്. 6 ലക്ഷം രൂപയ്ക്കാണ് ഈ ടാക്സി 2019 മോഡൽ കൊടുക്കുന്നത്. നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. എറണാകുളം വണ്ടി തന്നെയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി. ഓക്കെ. അപ്പോൾ അടുത്തതൊരു ഡസ്റ്ററാണ്. 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 85 RXL ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ഡീസൽ മാനുവൽ RXL 85 PS 85 PS ഉണ്ട്. എയർ ബാഗ് വരുന്ന മോഡലുള്ള വണ്ടിയാണ്. ഓക്കെ. അലോയ് ഒക്കെ വരുന്നുണ്ടല്ലേ? അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മെയിൻ്റെനൻസ് കുറവായിരിക്കും 85 ആയതുകൊണ്ട്. നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം. ഒരു 3.5 ലക്ഷം ലോണും ചെയ്ത് കൊടുക്കാം. 4 ലക്ഷമാണ്. 3.5 വരെ ലോൺ. ഫാൻസി നമ്പറാണ്. 7 മറ്റേ മൂവാറ്റ വണ്ടിയാണ്. 6060. സെക്കൻഡ് ഓണർഷിപ്പ്. 1.10 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് കേട്ടോ. അടുത്തൊരു XUV ആണ്. 500 2014 W8. അന്നത്തെ ഫുൾ ഓപ്ഷൻ പ്രൊജക്ടർ ലൈറ്റ് വരുന്നുണ്ട്. ഇത് 8 എയർ ബാഗ് വരുന്ന മോഡലാണ്. 8 എയർ ബാഗ്. അങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ അത്യാവശ്യം ഉള്ള വണ്ടിയാണ്. അതെ. 14 W8 എത്ര ഓടിയുണ്ട്? ഇത് 1.12 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 5.25 ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 5,75,000 ആണ് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. യെസ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം കേട്ടോ. സിബിൽ സ്കോർ അത്യാവശ്യം പ്രൊഫൈലൊക്കെ ഉണ്ടായിരിക്കണം. നമ്മൾ സിബിൽ സ്കോർ എത്ര? 750 അല്ലേ? 670 700 ഒക്കെ ആയാലും നമുക്ക് ചെയ്യാം. 650 മുകളിൽ ഉണ്ടായാലും നമുക്ക് ചെയ്യാം. ഫണ്ടിങ് കുറയുന്നുള്ളൂ സ്കോർ അനുസരിച്ച്. യെസ്. അടുത്തൊരു മഹേന്ദ്ര താറാണ്. നമുക്കൊരു ഓഫർ വിലക്ക് കൊടുക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇത് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ 4 വീല് വണ്ടിയാണ്. CRD 4x4. 1 ലക്ഷം രൂപയുടെ മുകളിൽ ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ്. ഓഫ് റോഡ് ബമ്പർ, അലോയ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ലെതർ സീറ്റ് കവർ, പവർ വിൻഡോസ് എല്ലാം ഉള്ള വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോ 8,90,000 രൂപ ഇട്ടായിരുന്ന വണ്ടിയാണ്. നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8,50,000 എത്ര ഫിനാൻസ് കയറും? നമുക്കൊരു ഏകദേശം 8 അടുത്ത് വരെ എത്തിക്കാം. നല്ല പ്രൊഫൈലുള്ള ആൾക്ക്. അല്ലെങ്കിൽ സ്കോർ കുറവാണെങ്കിൽ 7 രൂപ കയറുള്ളൂ. ഇത് എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് 1 താഴെ ഓടിട്ടുള്ളൂ. 90 ഓടിട്ടുള്ളൂ. 1 താഴെ ഓടിയ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കാണാനും ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ സർവീസും പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. അടുത്ത നമുക്കൊരു ഇന്നോവയാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇച്ചിരി പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2013 V കേരള വണ്ടിയാണ്. ഓക്കെ. എത്ര ഓടിയുണ്ട്? ഇത് 1.75 ഓടിയിട്ടുണ്ട്. 1.75 ഓടിയിട്ടുണ്ട്. അലോയ്സ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഡാഷ് ബോർഡിലും മുകളിൽ അപ്പോൾഷൊക്കെ ചെയ്തിട്ടുണ്ടോ? തേർഡ് ഓണർഷിപ്പ് ആണ്. 10 ലക്ഷം രൂപ ID പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 8.25 ആയിരുന്നു. തൊണ്ട് ഓഫർ വില കൊടുക്കാം. 8,10,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 13 V കേരള വണ്ടിയാണ്. 8.10 കൊടുക്കാണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. മാർക്കറ്റിൽ ഒരു 9 ലക്ഷം രൂപ അടുത്ത് വില വരുന്നുണ്ട്. ഇപ്പൊ കേരള വണ്ടി ആയതുകൊണ്ട് തന്നെ ഫാൻസി നമ്പർ ആണ്. 8.10 കൊടുക്കാം. നമുക്ക് ഫാൻസി നമ്പർ ആണ് വണ്ടി. പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണ്. അതന്നെ, പെരുന്നാളൊക്കെ നമുക്ക് ഒരു ഓഫർ ആയിട്ട് കൊടുക്കാം. ഇന്നോവെല്ലാം ഓഫറായിട്ട് കൊടുക്കാം. ഇന്നോവെല്ലാം ഓഫറിനാണ് കിടക്കുന്നത്. ഇതേതാ മോഡല്? 2012 ഒറിജിനൽ കേരള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് കമ്പനി പോയിക്കുന്ന വാഹനമാണ്. ഇത് G വേരിയന്റ് ആണോ? G4 8 സീറ്റ് ആണ്. കമ്പനി സർവീസ് ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 6.5 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക്
6,50,000 അല്ലേ? കേരള വണ്ടിയാണ് കേട്ടോ. കേരള വണ്ടി നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. 6 ലക്ഷമാണ് പറയുന്ന വില. ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 4 രൂപ അടുത്ത് ചെയ്തുതരാൻ പറ്റും. അടുത്ത 13 മോഡല് G4 വീലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അലോയ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇതും കേരളാണോ? ഇത് റിയാണ്. ഓക്കെ. 13 G4 എത്ര ഈ വണ്ടിയാണ്. കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 190-2 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. മേജറായ റീപ്ലേസ് ഇല്ല. റീ ആയതുകൊണ്ട് ചെറിയ ഒരു ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടാവാം. അപ്പൊ വില എത്ര പറയണം നമ്മള്? ഇത് നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5. കേരള രജിസ്റ്റർ ചെയ്ത വണ്ടി. അപ്പൊ ഫിനാൻസ് ചെയ്യാൻ പറ്റുമല്ലോ? പിന്നെ ചെയ്യാം. 5.5 ലക്ഷം രൂപ ചെയ്തുതരാം. ഫാൻസി നമ്പർ ആണ് 555 ആണ്. ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അടുത്തൊരു ബൊലേറോ ആണ്. നമുക്ക് 2011 ഡിസംബർ വണ്ടിയാണ്. M2DA ആണ്. ന്യൂ ഷേപ്പ് ഒറിജിനൽ വരുന്ന വണ്ടിയാണ്. നമുക്കൊരു ഓഫർ ഉള്ള 3.4 ലക്ഷം രൂപ കൊടുക്കാം. 3.4 പുത്തൻ ഡയറക്റ്റ് നടക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 3.4 അല്ലേ? 11 ബൊലേറോന് ഒറിജിനൽ ന്യൂ ഷേപ്പ് ആണ്. കൺവേർട്ട് ചെയ്തേക്കുന്നതല്ല. ഒറിജിനൽ ന്യൂ ഷേപ്പ് ഡാഷ്ബോർഡ് വരുന്ന മോഡലാണ്. എത്ര ഓടിയുണ്ട്? ഇത് 1,40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വണ്ടി. ഒന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി. അടുത്ത ഇക്കോ. ഇത് നമ്മൾ കഴിഞ്ഞ ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഡസ്റ്റർ സോൾഡ് ആണ്. ഫിനാൻസിന് കൊടുത്തിട്ടുണ്ട്. എത്തിയോസ് കാണിക്കാം. എത്തിയോസ് 2013 മോഡല് ലിവ ജി വേരിയന്റ്. ജി പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? 1 ലക്ഷം കിലോമീറ്റർ. പ്രോപ്പർ സർവീസ്. സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. 3.4 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. ഏകദേശം 2.5 രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. 3.4 2.5 ലക്ഷം രൂപ ലോൺ. പെട്രോൾ ആയതുകൊണ്ട് വലിയ മെയിൻ്റെനൻസ്. ഡീസലിന്റെ മെയിൻ്റെനൻസ് ഇല്ല ലിവയ്ക്ക്. ടൊയോട്ടയല്ലേ? പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് കുറവായിരിക്കും. ധൈര്യമായിട്ട് എടുക്കാം. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. അടുത്തത് നമുക്കൊരു i10 ആണ്. 2013 മോഡൽ വണ്ടിയാണ്. 2,20,000 രൂപ ആസ്കിംഗ് പ്രൈസ്. മാഗ്നയാണ്. 1.2 ആണ്. 2 ലക്ഷം രൂപ അടുത്ത് ലോണും ചെയ്യാം. ചെറിയൊരു 10-20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. എത്ര ഓടിയുണ്ട്? ഇത് 1.9 അടുത്ത് ഓടിയിട്ടുണ്ട്. 1.9 50 അല്ല. 1,09,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 3,17 വണ്ടിയാണ്. അപ്പോൾ 2.20 അല്ലേ? 2.20 ആണ്. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫണ്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത 2014 ഡിസംബർ ഗ്രാൻഡ് ഐറ്റൻ മാഗ്ന 1.2 ആണ്. ഇത് നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് ഫുൾ ഓൺ ചെയ്യാവുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് വണ്ടിയാണ്. അത്യാവശ്യം സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് കയറ്റി വിടാം. 2,80,000 രൂപ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ ഉള്ള ആൾക്ക് 2,80,000 അല്ലേ? ഇത് എത്ര ഓടിയുണ്ട്? ഇത് 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റൂട്ടെ ഈ വണ്ടി? പ്രൊഫൈൽ ഉള്ള കസ്റ്റമറിന് എടുത്ത് പറയണ അതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. കുറയുന്നതനുസരിച്ച് എമൗണ്ട് ഡൗൺ പേയ്മെന്റ് കൂടുതലായിരിക്കും. 2018 മോഡൽ KUV K2 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ന്യൂ ഷേപ്പ് വരുന്ന മോഡൽ 18 ന്യൂ ഷേപ്പ് ആണ്. 6 സീറ്റർ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്പെയർ കീ, സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം കസ്റ്റമറിന്. 3,10,000 രൂപ കൊടുക്കാം. 18 2.60 ലോൺ ചെയ്യാൻ പറ്റും. 40-50 രൂപ ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 6 സീറ്റർ വണ്ടി എടുക്കാവുന്നതാണ്. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നടക്കുന്നത്. നമ്മൾ അധികം ഓണർഷിപ്പ് ഇല്ല നമ്മുടെ. തേർഡിന്റെ മുകളിലേക്ക് നമ്മൾ അങ്ങനെ എടുക്കാറില്ല. അത് നമ്മൾ എടുത്തെടുത്ത് പറയാത്ത. അമേസ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2013. ഡീസൽ 20-22 കിലോമീറ്റർ മൈലേജ്. ചെറിയ വിലക്ക് എടുക്കാവുന്ന വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? ഇത് 1,20,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. സ്പെയർ കീ, സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 3,30,000 രൂപ നമുക്ക് കൊടുക്കാം. 2.5 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 2.5 ലക്ഷം രൂപ ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു 50, 60, 70 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ 3.30 നമുക്ക് ചെറിയ നെഗോഷ്യബിളും ചെയ്ത് കൊടുക്കാം. നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ലേ? അപ്പൊ അടുത്തത് നമുക്കൊരു ഫുൾ ഓൺ കയറാൻ പറ്റിയ വണ്ടിയാണ്. 2021 മോഡൽ ആൾട്ടോ 800 VXI LXI ഓപ്ഷനിലാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 38,000 ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 3.4 ആണ്. നമുക്ക് നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് 3.4 ചെയ്യാം. മോശമാണ് 3 രൂപ റേഞ്ചിൽ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 25 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ പോളോ സോൾഡ് ആണ്. പിന്നെ നമുക്കൊരു ഓഫർ വിലക്ക് ഒരു വണ്ടി ഉണ്ട്. നമ്മുടെ കുറേ വണ്ടികൾ താർന്നാണ്. അതെല്ലാം മാക്സിമം എല്ലാം സോൾഡ് ആണ്. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി കൂടി ഗുഡ്സ് വണ്ടി ഉള്ളൂ. ഏതാ നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും? ടാറ്റയുടെ യോധ 12 ലക്ഷത്തി സംതിങ് രൂപ പുതിയ വണ്ടിക്ക് വരുന്ന വണ്ടിയാണ്. നമുക്ക് 8 ലക്ഷം രൂപ കൊടുക്കാം. 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ് ആണ്. 2023 വണ്ടി 20,000 കിലോമീറ്റർ ഓടിയേക്കണ 4 വീൽ യോധ 8 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക് 8 ലക്ഷം രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഓഫർ പ്രൈസ് ആണ്. 5 പേർക്ക് ഇരിക്കുകയും ചെയ്യാം. ബാക്കിൽ പിക്കപ്പ്. ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ഡബിൾ ക്യാബിനാണ്. AC ഒക്കെ ഉണ്ടോ? പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC വരുന്നില്ല. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്.
ബാക്കി നോർമലി പിക്കപ്പിന് വരുന്ന അതന്നെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇത് എത്ര കൺസ്ട്രക്ഷൻ കാര്യങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ്. 2000 cc 2000 cc മുകളിൽ വരുന്ന വണ്ടിയാണ്. ഇതുണ്ടോ? അത് സോൾഡ് ആണല്ലേ? അപ്പൊ ഇത്രയും വണ്ടികളാണ് നമുക്കുള്ളത്. വണ്ടിയുടെ സ്റ്റോക്ക് കയറാനുണ്ട്. പെരുന്നാളായിട്ട് ഇഷ്ടംമാതിരി വണ്ടികൾ കയറാനുണ്ട്. പുതിയ സ്റ്റോക്കുകൾ കയറുന്നുള്ളൂ. എന്തെങ്കിലും വേണേ കാറ്റലോഗ് നമ്പറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽ അയച്ചു. കാറ്റലോഗിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, വരാൻ പോകുന്ന വണ്ടികളുടെ ഉണ്ടാവും. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുകയോ വിളിച്ചു നോക്കുകയോ ചെയ്താൽ മതി. വിളിക്കാനുള്ള നമ്പർ, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെന്താ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും കൂടി പറയാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം, നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓൾ കേരള ഡെലിവറി കൊടുക്കാം. ഓൾ കേരള ഫിനാൻസ് ഉണ്ട്, എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്, പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാം. വീഡിയോയിൽ കാണാത്ത വണ്ടികളിൽ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അത് നമ്മൾ എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറിയാണ്. വരിക, വണ്ടി നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുക്കൂലേ? പിന്നെന്ത്, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് നിങ്ങളുടെ പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ വന്നതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. ഫിനാൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ദിവസം കൊണ്ട് ഫിനാൻസിന്റെ പരിപാടിയൊക്കെ തീരും? നമുക്ക് 12 മുകളിലേക്ക് ലോൺ ചെയ്യുന്നുണ്ട്. 15 വണ്ടിയൊക്കെയാണ് ഞാൻ 5 വർഷം 4 വർഷത്തോളം ചെയ്തു തരാം. ചെയ്യുന്നുണ്ടല്ലേ? മോഡൽ വണ്ടി 7 വർഷം വരെ ചെയ്തു തരാം. 12 ഒക്കെ ആകുമ്പോൾ 2 വർഷത്തേക്ക് ചെയ്യാം. 12 വർഷം നമുക്ക് ടെസ്റ്റിന് മുമ്പ് ഫിനാൻസ് തീർന്നുള്ള ഫെസിലിറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ വണ്ടി ഇറക്കാൻ പറ്റും? 7 ഡേയ്സിനുള്ളിൽ കൊടുക്കാം. അവരുടെ ഡോക്യുമെന്റ്സ് സ്പീഡപ്പ് ആവുന്ന അനുസരിച്ച് വണ്ടി ഇടയ്ക്ക് ഞായറാഴ്ച ഒക്കെ വരികയാണെങ്കിൽ അതുകൂടി കൂടും കൊടുക്കാം. നമുക്ക് ഞായറാഴ്ച വന്ന് വണ്ടിയുടെ പിന്നെ ഞായറാഴ്ച ഡെലിവറി കൊടുക്കാം. കസ്റ്റമർ സപ്പോർട്ടായിട്ട് നിന്നാൽ മതി. കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളുടെ സിബിൽ സ്കോർ ഒക്കെ ആയിരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. മാക്സിമം വന്ന് ഒന്നിലെ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഫിനാൻസിന് കൊടുക്കാം നോക്കാം. കാരണം ഒരുപാട് കസ്റ്റമർ വെറുതെ ഡോക്യുമെന്റ്സ് തരും, ലോൺ ആവും, പ്രൊഫൈൽ അപ്രൂവൽ ആവും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് ഇവർക്കൊരു മെനക്കേടാവുമല്ലോ. നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വേറെ ഒന്നും പറയാനില്ലല്ലോ? ഒന്നും പറയാനില്ല. വണ്ടികൾക്കെല്ലാം നമുക്ക് ഗ്യാരണ്ടികളുണ്ട്. ഏത് വണ്ടി കൊണ്ടുപോയാലും 7 ദിവസത്തിൽ എന്ത് കംപ്ലൈന്റ് റിട്ടേൺ കൊണ്ടുവരാം. 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. കാശ് തിരിച്ചു കൊടുക്കില്ല, വണ്ടി മാറി കൊടുക്കാം. വണ്ടി മാറി തരുന്നതായിരിക്കും. അല്ലെങ്കിൽ വണ്ടി എന്ത് കംപ്ലൈന്റ് റിപ്പയർ ചെയ്ത് കൊടുത്തേക്കാം. എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 7 ദിവസം വേണ്ട, ഒരു ദിവസം മതി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പെരുന്നാളൊക്കെ വരെയാണ്, നോയമ്പിലാണ്, അതുകൊണ്ടുള്ള ക്ഷീണമുണ്ട്. എനിക്കല്ല, എനിക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.